ഒരു ചാൺ വയറിനു വേണ്ടിയാണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. ആഹാരം മനുഷ്യന് അത്യാവശ്യമാണ്. എന്നാൽ ഇന്ന് ആഹാരം വലിയ ആഘോഷവും ആർഭാടവുമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹം ആ ദിശയിൽ ചിന്തിക്കാനുള്ള കാരണം അവരെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന പരസ്യങ്ങളാണ്. രുചിയുടെ പരസ്യങ്ങൾ, വലിയ ഹോട്ടലുകളുടെ പരസ്യങ്ങൾ, അതിൽ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. ചില മീഡിയ പ്രവർത്തകര് ഹോട്ടലുകളിലേക്കാണ് യാത്ര. എല്ലാ വിശേഷങ്ങളും അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ബ്ലോഗർമാരും ഇക്കാര്യത്തിൽ സാധാരണ ആൾക്കാരെ ഹരം പിടിപ്പിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പണ്ട് വീടുകളിൽ മാത്രം ഭക്ഷണം കഴിച്ചിരുന്നവര്, അല്ലെങ്കിൽ യാത്രയ്ക്കിടയിൽ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണത്തിന് ഹോട്ടലുകളിൽ കയറിയിരുന്നവര്, വീടുണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ടായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്ത് ഭക്ഷണത്തിന് പോകുന്ന രീതി വളരെ പ്രചാരത്തിലായിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ രുചി പരീക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ ധാരാളം പേരുണ്ട്. വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ എത്താൻ പലരും തയ്യാറല്ല. അതിനൊരുപാട് പണച്ചെലവുണ്ട്, കൂടുതൽ സമയവും അതിന് വേണ്ടിവരും. അതേസമയം ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയുമായി ഇണങ്ങിപ്പോരുന്ന ചില സ്ഥലങ്ങൾ, ഈ കോട്ടയം പ്രദേശത്തൊക്കെ ആർപ്പൂക്കര, അയ്മനം, തിരുവാർപ്പ്, കുമരകം പോലെയുള്ള പ്രദേശങ്ങളിൽ ഷാപ്പും കറിയും എന്ന ഒരു സംസ്കാരം തന്നെ രൂപപ്പെട്ട് വരികയാണ്. ടൂർ ഓപ്പറേറ്റേഴ്സ് തങ്ങളുടെ കൂടെയുള്ളവരെ അത്തരം സങ്കേതങ്ങളിൽ എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ഒരു യുവാവ് മീൻ തലക്കറി കഴിച്ചതിൻ്റെ ഫലമായി വിഷബാധയേറ്റ് മരിച്ചത് സംബന്ധിച്ച്. അത് തീർച്ചയായും സങ്കടകരമായ ഒരു കാര്യമാണ്. കള്ളു കുടിക്കാനും ഷാപ്പിലെ കറി കഴിക്കാനുമായി കുടുംബസമേതമാണ് ഇന്ന് ആൾക്കാരെ എത്തുന്നത്. അല്ലാതെ അത് പുരുഷന്മാരോ യുവജനങ്ങളോ മാത്രമല്ല, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഇന്ന് ഷാപ്പിൽ യാതൊരു മടിയും കൂടാതെ കയറി ഭക്ഷണം കഴിക്കുകയും ദാഹം തീർക്കുകയും ചെയ്യുന്നവരുണ്ട്. അതിൽ തന്നെ കുറ്റകരമാണെന്ന് പറയാനാവില്ലെങ്കിലും അപകടകരമാണ് എന്ന് ആവർത്തിച്ച് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ കഴിക്കേണ്ടതല്ല. അത് എത്രത്തോളം ആരോഗ്യകരമാണ്, ശുചിത്വം എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും രുചിയുടെ പേരിൽ നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളും പാചകം ചെയ്യുന്ന ഇടം കണ്ടാൽ അത് കഴിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ കഴിച്ചത് തിരിച്ചു പോരുന്ന അവസ്ഥയുണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഉദ്യോഗസ്ഥര് അത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പരിശോധന നടത്താതിരിക്കാനുള്ള കാരണങ്ങളിലൊന്ന് അത്തരം സ്ഥാപനങ്ങൾ പലപ്പോഴും ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് സർക്കാർ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി ഇതൊരു ഉപജീവനമായി കരുതുന്ന ആൾക്കാരുണ്ട്. അവര് അടിസ്ഥാനപരമായ ശുചിത്വം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. രുചി ജീവനെ കവരാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഒരു സാമൂഹിക അവബോധം ഇക്കാര്യങ്ങളിൽ എല്ലാവരും വളർത്തിയെടുക്കുന്നത് നല്ലതാണ്.